ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയോന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേ ബി മനസ്സിലായത്. അങ്ങനെ കുറച്ചു നാളത്തെ വേർപിരിയലിനൊടുവിൽ അവർ വീണ്ടും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ആര്? പ്രശസ്ത കലിപ്പൻ കാന്താര ദമ്പതിമാരായിട്ടുള്ള അമ്മയും വിഷ്ണുവും തന്നെ ആഹ്ലാദിക്കുകയും ആർമാദിക്കുകയും. ഇന്നലെ അമ്മയെ തന്നെയാണ് കേട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ടിക്ടോക്ക് ഒക്കെ സജീവമായിരുന്ന ഒരു കാലത്ത്, ഒളിച്ചോടി കല്യാണം കഴിച്ച രണ്ടു പേരാണ് ഈ പറയുന്ന അമ്മയും വിഷ്ണുവും. അന്നത്തെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സും വിഷ്ണുവിന്റെ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സുമാണ്. അങ്ങനെ ഇവർ വിവാഹം കഴിക്കുന്നു. പ്രത്യേകിച്ച് എട്ടും മുട്ടും തിരിയാത്ത രണ്ടാൾക്കാരാണ് ഇവർ. അങ്ങനെ വിവാഹത്തിന് ശേഷം ഇവർ എന്ത് ചെയ്യുന്നു? കുറെ റൊമാൻറ്റിക് ആയിട്ടുള്ള കലിപ്പൻ കാന്താരി ടൈപ്പ് റീലുകൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഇവര് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ കാണുന്നവന് അത് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ എന്താക്കി, ഇവരുടെ റീലുകളെല്ലാം വൻ രീതിയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി. അതോടെ ഇവർ അങ്ങ് കത്തി ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഓൺലൈൻ മീഡിയകൾ ഇന്റർവ്യൂകളായി. അങ്ങനെ ഇവർ വൻ ടോപ്പായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ പിരിയുകയാണ് ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് കാരണമായിട്ട് അമ്മയെ പറഞ്ഞത് എന്താണ്? വിഷ്ണു കഞ്ചാവാണ്, അവൻ എപ്പോഴും സംശയരോഗമാണ്, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവന് സംശയരോഗമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ അവന്റെ കൂട്ടുകാരന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതും വൻ രീതിയിൽ ട്രോളുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളടക്കം അതടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം അല്ലേ, ബെസ്റ്റ് ദമ്പതിമാര് തന്നെ. ഭർത്താവിന് സംശയരോഗം, ആ സംശയരോഗം ശരിവെക്കുന്ന രീതിയിൽ ഭാര്യയ്ക്ക് അവീതവും. വളരെ മികച്ച ദമ്പതിമാര് തന്നെ. കഴിഞ്ഞ ഏപ്രിൽ എങ്ങാനുമാണ് അമ്മയെ ഞങ്ങൾ പിരിയുകയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇവർ പിരിയുന്നത് വരെ ഈ വിഷ്ണുവിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത് അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു എന്താക്കി, ആ അക്കൗണ്ട് ഉപേക്ഷിച്ച് പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. എന്നാൽ അതിൽ വന്നിരുന്ന അമ്മയെ ഓരോന്ന് കുറ്റം പറയാൻ തുടങ്ങി. ഇപ്പുറത്തെ അമ്മയാണെങ്കിലോ വിഷ്ണുവിനെ ഓരോന്ന് കുറ്റം പറഞ്ഞ് വീഡിയോകൾ ഇടാനും തുടങ്ങി. ഇത് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും ഇത് കണ്ട് ചിരിക്കാനും തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും കോമഡി ആയി പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഞങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ച് ഗായ്സ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയോ. ഓക്കെ, ഈ അബി എന്ന് പറയുന്നത് ഇവളുടെ പുതിയ കാമുകന്റെ പേരാണ് കേട്ടോ. ഏത്? ആ വിഷ്ണുവിന്റെ ഫ്രണ്ട് തന്നെ. ബാക്കിയുള്ള കേട്ടോ പോയോന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ശരി, അത് നീ പിന്നെയാണോ മനസ്സിലാക്കിയത്? നിങ്ങളുടെ കഥ കേട്ടപ്പോ ഞങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് അവനെ പക്കാ ഫ്രോഡാണെന്നുള്ളത്. അല്ലെങ്കിലും സ്വന്തം സുഹൃത്തിന്റെ ഭാര്യ അടിച്ചു മാറ്റുന്നവന് ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. തലയിൽ ഇച്ചിരി ബുദ്ധി ഉണ്ടായാൽ മതി. നിനക്കത് ഇല്ലാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാൻ അവൻ നിന്നെ തേച്ചിട്ട് പോകേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേ ബി മനസ്സിലായതാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, സന്തോഷം. എന്നാലും 2 മാസത്തെ ബ്രേക്കപ്പിന് ശേഷം രണ്ടാൾ ഒന്നിച്ചല്ലോ, വളരെ നല്ല കാര്യം. ഏപ്രിൽ 10 ബ്രേക്കപ്പ് ആയി, ജൂൺ 6 പാച്ചപ്പ് ആയി. എന്തായാലും ബാക്കിയുടെ ഉണ്ടോക്കാം. അതി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ശരി, സ്വന്തം ഭർത്താവിനെ കുറിച്ച് അവൻ പലതും പറഞ്ഞു തന്നപ്പോ ഇനി അത് അന്വേഷിക്കുക പോലും ചെയ്യാതെ അങ്ങ് അപ്പടി വിശ്വസിച്ചില്ലേ. എന്നിട്ട് അവന്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു വെട്ടല പെണ്ണിഷ്ടാണ്. എന്തായാലും ഇവള് വിഷ്ണുവുമായി ബ്രേക്കപ്പ് ആയ സമയത്ത് വിഷ്ണുവിനെ കുറിച്ച് പലതും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവള് ചെയ്തൊരു വീഡിയോ ഇപ്പോഴും ഇവളുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്. ഇപ്പോഴും അവളത് ഡിലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അന്നോട് ആണെങ്കിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ഇവളുടെ വീഡിയോ ബാക്കി കാണാം. ഹായ് ഗൈസ്. അപ്പൊ എന്റെ അക്കൗണ്ട് വന്നിട്ട് ഡിസേബിൾ ആയി പോയിരിക്കുവാണ്. അപ്പൊ ഞാൻ ഇങ്ങനൊരു ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. വിഷ്ണുവിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ അറിയണമല്ലോ. നിങ്ങൾ എന്നെ മാത്രമാണല്ലോ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടിരിക്കുന്നത്. അവന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ടാണ് എന്നെ മാത്രം പറഞ്ഞിട്ടിരിക്കുന്നത്. അവന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിച്ചു തരാം. നിന്റെ കാമുകിയെ കിട്ടിയടാ സോന. നീ എന്താ പറഞ്ഞത്? ഒരെണ്ണമാണ് നീ ഒരെണ്ണം കൊണ്ടൊന്നും വരില്ല എന്റെ അടുത്ത്. 10-30 എനിക്കറിയാലോ മോളെ. ഇതൊന്ന്, പിന്നെ അവന്റെ ട്രൂ കോളറില് അവന്റെ പേര് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ അവന്റെ പേരെന്താന്ന് കുറെ പെണ്ണുങ്ങളുടെ കൂടെയാണ് അവൻ നടക്കുന്നത്. കുറെ പെൺപിള്ളേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവനെ കുറിച്ചുള്ള ഇങ്ങനെയാണെന്ന്. പിന്നെ കുറച്ച് പെൺപിള്ളേർ എന്നെ കൂടി പറഞ്ഞ് അവരെ കൂടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ് ചേച്ചി ഇത് എന്തുകൊണ്ട് റിവ്യൂ ചെയ്യല്ലേ എന്ന് വെച്ചാൽ അവരെ ലൈഫ് പോവല്ലേ ഇത് ചെയ്താൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഒരു പബ്ലിക് ആക്കാത്തത്. പിന്നെ കുറച്ച് ഇങ്ങനെ ഇവന്റെ മൊത്തം കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ, അങ്ങനെ വന്ന ഒരാളൊന്നുമല്ല, കുറെ 30 പേരുണ്ട്. പിന്നെ അവനാണെങ്കിൽ പറഞ്ഞൊരു റെക്കോർഡും ബാക്കി വീഡിയോ ഒക്കെ യൂട്യൂബിലും ക്രോമിലും കാര്യങ്ങളൊക്കെ ഇടുമ്പോ
ഗ്രൂപ്പിൽ ഇപ്പൊ വീഡിയോ വന്നിട്ടോ നമ്മളൊന്നും മറക്കരുത്. അവന്റെ കുറെ ക്ലിപ്പുകൾ ഗ്രൂപ്പുകളിൽ അവന്റെ കുറെ ഗ്രൂപ്പുകൾ അതിലൊക്കെ നോക്കി ഇതിലൊക്കെ വരും. സത്യം വരും അഞ്ചു 100% എനിക്കറിയാം. എന്തായാലും ഇട്ടു ഞങ്ങൾ ഉറപ്പ് കേട്ടല്ല. നീ അന്ന് 2 മണിക്ക് കണ്ടല്ലേ നിന്റെ ഫോൺ ഞാൻ എടുക്കണ. എന്തായാലും വരും. അതില് വന്നില്ലെങ്കിൽ എനിക്കറിയാലോ എന്റെ അടുത്ത് എങ്ങനെയാന്ന്. എന്തായാലും വരും 100% ആ വീഡിയോ എന്തായാലും വരും. ഇതാണെങ്കിൽ വന്നിട്ട് ഞാൻ എന്ന് വെച്ചാൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും ആർക്കും അയച്ചു കൊടുത്തെന്നാണ്. പിന്നെ ഞാൻ ആർക്കും അങ്ങനെ അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല എന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഇവനെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രേമിക്കുന്നൊരു ടൈമിൽ. അത് വന്നിട്ടാണ് ഇപ്പം അവൻ പറയണത് എന്തായാലും എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അവൻ പബ്ലിക് ആക്കും എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇവനെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളെയല്ല. അവന് കുറേ പെണ്ണുങ്ങളുണ്ട്. എന്നെക്കൊണ്ട് കുറേ പെണ്ണുങ്ങൾ മെസ്സേജ് ഇട്ട് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കാം. ഈ വീഡിയോയിൽ കുറേ ഉണ്ട്. എവിടെ നിന്നിട്ട് അവൻ കുറെ പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്തതിന്റെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഈ വീഡിയോ ചെയ്ത് പോയിട്ട് 1 മാസമായി ഇപ്പോഴും തെളിവില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അവന്റെ ട്രൂ കോളറിന്റെ പേര് കാണിച്ചു തരാമെന്നും പറഞ്ഞു കഴിഞ്ഞല്ലോ. അതോ ഇവിടെ കുറെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യലാണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പുറത്തിടുന്ന കാണുന്നില്ല. പിന്നെ ആ വിഷ്ണുവിന്റെ ഒരു വോയിസ് റെക്കോർഡ് ഇവിടെ കേൾപ്പിച്ചല്ലോ. ആ വോയിസ് റെക്കോർഡിൽ വിഷ്ണു പറയുന്നത് എന്താണ്, നീ പണ്ട് പ്രേമിക്കുന്ന സമയത്ത് അയച്ചു തന്ന പല ഫോട്ടോകളും വീഡിയോകളും ഞാൻ ടെലഗ്രാം ഗ്രൂപ്പുകളിലും മറ്റു പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. ഒരു തരം ഭീഷണിപ്പെടുത്തൽ. പല നിലവാരമില്ലാത്ത കാമുകന്മാരും ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് കാമുകിമാരോട് ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെ പണ്ട് അയച്ചു കൊടുത്ത വീഡിയോകളെല്ലാം ഞാൻ അവിടെ എവിടെയും പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇതന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലേ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അകത്തിടേണ്ട സംഗതികളാണ്. അമ്മാതിരി തോന്നിയവാസാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും ഒരുത്തിയുമായി ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അവളുടെ നഗ്ന ചിത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് എന്ത് നിലവാരമില്ലാത്ത പരിപാടിയാണ്. അല്ല പണ്ടേ അവർക്ക് നിലവാരമില്ല എന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷെ അത് തൊട്ടു തൂണ്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് ഇതേ ഇവനുമായിട്ട് ഇവള് വീണ്ടും പാച്ചപ്പ് ആവാൻ പോയേക്കുന്നു. എന്തോ ആയിക്കോട്ടെ, രണ്ടാളും ഒരു വണ്ടിക്കുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കൂടി തട്ടുമുട്ട് അഡ്ജസ്റ്റ് ആയി പോയിക്കോളൂ. എന്തായാലും അമ്മയുടെ പുതിയ വീഡിയോ ബാക്കി കൂടി കണ്ടുനോക്കാം. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ അന്ന് ഇവൻ കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. സന്തോഷം മക്കളെ, ആഹ്ലാദിപ്പിയും ആർമാദിപ്പിയും മികച്ചൊരു അപരാധം തന്നെ കേട്ടോ. ഇനിയിപ്പോ പഴയ കലിപ്പൻ കാന്താനി കോമ്പോ തിരിച്ചു വരുമ്പോ എന്തോ അത് കണ്ട് തന്നെ അറിയാൻ കേട്ടോ. ബാക്കിയുടെ കണ്ടോക്കെ എന്തായാലും. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളും ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. സന്തോഷം. കുറെ കാര്യം ഇങ്ങനെയൊക്കെ നിലനിന്ന് പോയാൽ മതി. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാതിരുന്നാൽ മതി. എന്തായാലും എത്ര കാര്യം ഇത് മുന്നോട്ട് പോകുന്നുള്ളത് കണ്ട് തന്നെ അറിയാം. ഇനി വേറെ ആരെങ്കിലും ഇവളുടെ ഭർത്താവിനെ കുറിച്ച് ഇവളോട് വേറെ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അത് കേട്ട് വിശ്വസിച്ച് വീണ്ടും ഇവള് ഭർത്താവിനെ ബ്രേക്കപ്പ് ചെയ്യും. പറയാൻ പറ്റൂല, അങ്ങനെ ഒരു പെണ്ണാണിത്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം ഭർത്താവിനെ സുഹൃത്ത് പറഞ്ഞത് കേട്ട് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഭർത്താവിനെ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത്ര ബുദ്ധിയില്ലുള്ള ഇവൾക്ക്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അമ്മയെ തന്നെ തന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചു തരാം. കുറെ പേർക്ക് തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നുണ്ട് ഞാനും അബിയും 2 മാസം പോയി ഒരുമിച്ച് താമസിച്ചതെന്ന്. അങ്ങനെ ഞാൻ താമസിച്ചിട്ടില്ല. ഈ 2 മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അതിൻ്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, വിഷ്ണുവിനും അറിയാം. വിഷ്ണു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ശരി, ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഇങ്ങനെ ഒരു കമന്റ് ഇടാനും നിൽക്കുന്നത്? ഇത് നല്ല കഥ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കൊട്ടി ഗോസ്റ്റ് പോരാഞ്ഞിട്ട് അവസാനം വന്ന് കമന്റ് ഇട്ടേക്കുവാണ്. എനിക്കിതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പോലും. എന്താ ഇതിനൊക്കെ പറയാം. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു തെറ്റിദ്ധാരണയും ഇല്ല, ഒരു നല്ല ധാരണയും ഇല്ല. ഉള്ളത് പറയാൻ ഇതൊക്കെ ഞങ്ങൾക്കൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഏതോ 2 കൽപ്പനും കാന്താരും സോഷ്യൽ മീഡിയയിൽ വന്ന് തമ്മിലടിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ രസിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഇവർ രണ്ടാളും പാച്ചപ്പ് ആയതിന് പിന്നാലെ വിഷ്ണു ഇന്ന് രാവിലെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഹായ്. അപ്പൊ കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പഴയ മറ്റേ ആക്രസാൻ കൊടുക്കാൻ എനിക്ക് നാണുവാനൊന്നുമില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ അനാവശ്യ വാക്കുകളും ബാഡ് വാക്കുകളും വീഡിയോയിൽ പറയാൻ പറ്റാത്ത വാക്കുകളും കാര്യങ്ങളൊക്കെ കമന്റും പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ ഒന്നുള്ളൂ, ഞാൻ അവളെ അത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചു. ശരി, അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടായിരിക്കും അല്ലേ അവള് ബ്രേക്കപ്പ് ചെയ്ത് പോയപ്പോ അവളുടെ നഗ്ന ചിത്രങ്ങൾ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയത്. ഇത് വളരെ മികച്ചൊരു ആത്മാർത്ഥതയായി പോയി. ഇങ്ങനൊന്നും ആത്മാർത്ഥത കാണിക്കരുത് കേട്ടോ. ഇച്ചിരി ആത്മാർത്ഥത കൂടി പോയി ഉള്ളത് പറയാലോ. ഒരു പൊടിക്ക് കുറയ്ക്കാം ആത്മാർത്ഥത. ബാക്കി പറഞ്ഞതായാലും എനിക്ക് ഓളാണ് തെറ്റില്ല. ഇനി അതിലെന്നെ എന്ത് തെറ്റില്ലേ, എന്ത് തെറ്റെന്നല്ല, ഇവിടെ എന്ത് ചെയ്താൽ നമുക്ക് നിൽക്കും. എങ്ങനെയാണ് കാരണം സ്നേഹത്തിന്റെ പോലെ സ്നേഹിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അത് തീർച്ചയായിട്ടും. നീ സ്നേഹത്തിന് വരെ നമ്മുടെ ഒന്ന് വിളമ്പല്ല മോനെ. നിങ്ങളുടെ സ്നേഹത്തിന് വരെ എന്താണെന്നുള്ളത് നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിരിക്കും. ഇനി വല്ലാണ്ട് നീ വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട. നീയും കണക്ക് തന്നെ അവളും കണക്ക് തന്നെ. നീ ബാക്കി പറഞ്ഞാലും
എന്താ പറയാ, നീലവിടെ എന്റെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ആ പറഞ്ഞ കറക്റ്റ് ആണ്. അവൾ എന്തായാലും ഇനി നിന്റെ കൂടെ നിൽക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഏത് വരെ എന്ന് വെച്ചാണെങ്കിൽ ഇനി വേറെ ഒരുത്തൻ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിന്നെ കുറിച്ച് എന്തെങ്കിലും അവളോട് പറയുന്നത് വരെ, അങ്ങനെ ആരെങ്കിലും ഇനി അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അവൾ അവന്റെ കൂടെയും ഇറങ്ങി പോകും. കാലിന് ഉറപ്പില്ലാത്ത പെണ്ണാണത്. അല്ലെങ്കിലും നിന്റെ സുഹൃത്തിന്റെ വാക്കും കേട്ട് നിന്റെ സുഹൃത്തിന്റെ കൂടെ ഇറങ്ങി പോയ അവൾ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം നിന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ നിനക്ക് ബുദ്ധിയില്ല ചങ്ങായി. ഇന്നലെ നിന്റെ സുഹൃത്തിന്റെ വാക്കും കേട്ട് അവൾ അവന്റെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നാളെ വേറെ ഒരുത്തന്റെ വാക്കും കേട്ട് അവൾ മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകും. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് നിനക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി പറഞ്ഞാലും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ചെറിയൊരു തെറ്റുകാരനെ അവൾക്ക് തോന്നി. അതെ, വളരെ ചെറിയൊരു തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ പുറത്ത് അവൾ നിന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയില്ലേ, അതെന്നെ പോരെ അവൾക്ക് കാലിന് ഉറപ്പില്ലാന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് അവൾ തിരിച്ചു വന്നപ്പോൾ ഒരു ഉടുപ്പിലാണ് സ്വീകരിച്ചേക്കുന്നത്. സ്വീകരിച്ചോ, സ്വീകരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അവൾ ഇനിയും എന്റെ കൂടെ നിൽക്കുന്നു നീ പറഞ്ഞതാണ് ഏറ്റവും മുട്ടം കോമഡി ആയത്. ബാക്കി ഉണ്ടോക്കെ എന്തായാലും എന്നെ വേണ്ടത് അറിയാലോ, വേണ്ടത് പറഞ്ഞുണ്ടാക്കാൻ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളടത്ത് അങ്ങനെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളത് വിശ്വസിച്ചു. അതിനെ കുറച്ച് ഇതായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അതിനൊക്കെ വിശ്വസിക്കുന്ന എന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇനി കുറെ കാലം നിലനിന്ന് പോയാൽ മതി. ഇനി എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ്ങും മെച്യൂരിറ്റിയുമാണ്. ഇത് രണ്ടും ഇവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരുത്തന്നെ വാക്കും കേട്ട് അവൾ അവന്റെ കൂടെ ഇറങ്ങി പോയപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവര് തമ്മിൽ തീരെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ അവൾ ഇറങ്ങി പോയതിനു ശേഷം അവളുടെ നഗ്ന ചിത്രങ്ങൾ പലയിടത്തും പ്രചരിപ്പിക്കുമെന്ന് ഇവര് ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവനും തീരെ മെച്യൂരിറ്റി ഇല്ല എന്നുള്ളത്. ഇത് രണ്ടും ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം കണ്ട് തന്നെ അറിയാം. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. ഇതൊക്കെ കണ്ട് മാറിയിരുന്ന് ചിരിക്കാന്നല്ലാണ്ട് വേറെ എന്താ ഇതിനൊക്കെ പറയാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.